അസ്രായീൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ? ഒരു കുട്ടിയുടെ ചോദ്യം അതാണ്. PhD JNUവിൽ ഫൈനലാണ്, അവൻ പേപ്പർ സബ്മിഷൻ കഴിഞ്ഞു, ഇനി അതിന്റെ വൈവയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. ആ ഒരു സമയത്തുള്ള ചോദ്യമാണ്, അസ്രായീൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണ്? ഈ ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം നൽകും? ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇട്ടത്. അപ്പൊ ഏതോ ഒരു ആലിമിനോട് അവർ ചോദിച്ചപ്പോ പറഞ്ഞു, അത്ര അസ്രായീലിന്റെ ചിറക് അത്രക്കും വലുതാണ്, അതുകൊണ്ട് ആ ചിറക് കൊണ്ടൊന്ന് കൊടഞ്ഞാൽ മതി, അതിന്റെ പേരിൽ എല്ലാം അവസാനിക്കുമെന്ന്. ആ ഉത്തരം ദീനിയായ ഉത്തരമാണ്. പക്ഷെ അതുകൊണ്ട് അവന്റെ ഇന്റലക്ച്വൽ ഒരിക്കലും ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുന്നില്ല. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതിലും വലിയ മറുപടിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഈ ലോകത്തിൽ മണ്ണ് കൊണ്ടും പ്രകാശം കൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസ് കൊണ്ടൊക്കെ സൃഷ്ടിച്ചവരുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭൗതികപരമായ ചിന്തയിൽ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, അതുണ്ട്. പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്, മറ്റ് പദാർത്ഥങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്. അതവന്റെ ഭൗതികതയിൽ അവൻ പഠിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഭൗതികത പോയി 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 ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവരുടെ മൈക്രോസ്കോപ്പിന്റെ വ്യാപ്തി കൂടിയപ്പോൾ, ഡെപ്ത് കൂടിയപ്പോൾ കണ്ടെത്തിയത്, നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, അഭൗതികമായ കുറെ രൂപങ്ങൾ താഴേക്ക് വരികയും അഭൗതികമായ കുറെ രൂപങ്ങൾ മുകളിലേക്ക് പോകുന്നതും ഞങ്ങൾ കാണുന്നു എന്നതാണ്. ഇനിയും മൈക്രോസ്കോപ്പിന് ഒന്നും കൂടി വീതി കൂടുമ്പോ, അതിന്റെ ഡെപ്ത് കൂടുമ്പോ, 14 നൂറ്റാണ്ട് മുമ്പ് മാലാഖമാരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞതിന്, എന്നും സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും അവരുടെ സഞ്ചാരമുണ്ട് എന്നതിന് ശാസ്ത്രീയപരമായി ശാസ്ത്രം തെളിയിച്ചേക്കാം. അപ്പൊ ഏതായിരുന്നാലും സയൻസ് പ്രകാരം ലൈറ്റ് കൊണ്ടുള്ള കുറെ സൃഷ്ടികൾ ഇവിടെയുണ്ട് എന്നതാണ് വിശദീകരണം. ലൈറ്റിന്റെ വേഗത 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുമ്പോഴേക്ക് അത് പോകുന്നത് 3 ലക്ഷം കിലോമീറ്ററാണ്. 3 ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിന്റെ വേഗത സഞ്ചരിക്കുമെങ്കിൽ, ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചത് അങ്ങനെയാണ്, സഞ്ചരിക്കുമെങ്കിൽ പ്രകാശത്തിന്റെ വേഗത 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എങ്കിൽ മൊത്തത്തിൽ ഈ കാണുന്ന ഭൂമിയിലെ കരയിലേക്കുള്ള ദൂരം 96,000 കിലോമീറ്ററാണ്. 96,000 കിലോമീറ്ററാൽ ചുറ്റുവട്ടപ്പെട്ടതാണ് ഈ കാണുന്ന കര മുഴുവനും. ഇവിടെ നിന്ന് ലണ്ടൻ സിറ്റിയിലേക്ക് 11 മണിക്കൂറേ യാത്രയുള്ളൂ. ഇവിടെ നിന്നാകെ ദുബായിലേക്ക് 3 മണിക്കൂറേ യാത്രയുള്ളൂ, 3.5 മണിക്കൂർ. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ആകെ 11,000 കിലോമീറ്ററും അതേപോലെ തന്നെ 3,000 കിലോമീറ്റർ ഒതുങ്ങുന്നു ദൂരെയുള്ള രാജ്യം വരെ. അപ്പൊ എങ്ങനെയും അതിനെ ലീനാർ സ്റ്റൈലിലും ക്രോസ് സ്റ്റൈലിലും വിശദീകരിച്ചാലും അത് സത്യത്തിൽ വരുന്നത് ആകെ 96,000 കിലോമീറ്ററാണ്. അപ്പൊ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് ഭൗതികന്മാർ കൊണ്ട് കൊടുക്കുമ്പോ, 1 സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ എത്തേണ്ട ആവശ്യമില്ല. 1 സെക്കൻഡിന്റെ 1/3 സമയം മതി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ലോകത്തിൽ മുഴുവൻ എത്താൻ. ഈ കുട്ടി എന്നോട് വന്ന് പറഞ്ഞത്, ഇത്ര നല്ലൊരു മറുപടി ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്.